6 മണി കഴിഞ്ഞ്. എത്ര മണിക്കാ വോട്ട്? എന്തുവാടേ തോമ, ഇത്തവണ എന്താ ഉദ്ദേശം? ആർക്ക് കൊടുക്കാനാ വോട്ട് ഉദ്ദേശിക്കുന്നത്? കുടുംബക്കാരായിട്ട് ശീലിപ്പിച്ചതാ. ഇവിടെ ആണെങ്കിൽ കൈപ്പത്തി ചിഹ്നവും ഇല്ല. അതില്ല. KC നായർ പറയട്ടെ. അതാണൊരു വിഷമം. അച്ഛനാണെങ്കിൽ ജാതി നോക്കിയേ ചെയ്യും, ചിഹ്നമില്ല, രാഷ്ട്രീയമില്ല. ഇവിടെ ഇടതും വലതും തമ്മിലാണ് മത്സരം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ മോഡി വന്നാൽ കളി അങ്ങ് മാറും. എടേ ദാസ, സമാധാനമൊക്കെ ഉണ്ട്. 6:30 മണിയായിട്ടുള്ളു. നമ്മൾ വോട്ട് അവിടെ ഇരിക്കുകയല്ലേ, നമുക്ക് ചെന്ന് ചെയ്യാം. ബൂത്ത് ഏതാ? 42. അവിടെ ഇവിടെ ആണ്. പക്ഷെ അത് ഓഫീസർമാരൊക്കെ വന്നാ നോക്കാം. ഇവിടെ ഒന്നും ആയില്ലടേ. അമ്മ അങ്ങോട്ട് ഇരിക്കാം. പിന്നെ സമയമൊക്കെ ഉണ്ട്. മഴ ഇന്നലെ പെയ്ത മഴയുടെ ആ ചൂടാണ് ഈ കാണിക്കുന്നത്. നമ്മളവിടെ പെയ്തില്ല. അസാധ്യ ചൂടാ. മനുഷ്യന്റെ സ്വഭാവം പോലെ. മഴ മാറിയെങ്കിലും ചൂട് കൂടുതൽ. എവിടെ കുത്തിയാലും താമരയാണെന്ന് പറയുന്നല്ലോ. കേരളത്തിൽ ഓടൂല്ലേ. സുൽഫി റഷീദ്. എന്റെതാ? ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ വോട്ട് ചെയ്യുന്നില്ലയോ, പിന്നെന്തോ ഡിലീറ്റഡ്? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. 426 തങ്കൻ രാഘവൻ. അതും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇത് മനഃപൂർവ്വമാണ്, ഇത് ചതിയാണ്. 364 തോമസ് ലൂക്കോസ്. വോട്ടുള്ളവർ മാത്രം വന്നാൽ മതി. എനിക്ക് വോട്ടില്ലേ? അന്നേ അവർ പറഞ്ഞതാ, മോഡി വന്നാൽ വോട്ടും ഇല്ല, തെരഞ്ഞെടുപ്പും ഇല്ല. അവർ പറഞ്ഞാൽ ശരി. എൻ്റെ വോട്ടും LDF-നാ. എന്തു പറ്റി? സ്വപ്നമല്ല കണ്ടോ? അവരെ ഉള്ളടെ പാർലമെന്റിൽ നമുക്ക് വേണ്ടി പറയുവാൻ. ഈ നായരെ വല്ല മാറ്റം ഉണ്ടോ നിങ്ങൾക്ക്? ഇനി ഞാനും നിങ്ങളോടെ. ഞാനും. ഏതായാലും സ്വപ്നം കണ്ടത് ഗുണം ചെയ്ത്. ജനാധിപത്യം ഇല്ലാതാകും. ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ.